ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനിന്നിവിടെ ഒരു ആവിയിൽ വേവിച്ചൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ കുറേ പഴങ്ങളൊക്കെ കിടക്കൂലേ, അപ്പം നമുക്ക് ഇഷ്ടം പോലെ പഴങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിയും. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും എല്ലാവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്, 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പഴം പഴുത്തിട്ട് ഇതുപോലെ പോയി പോവാണ്. പക്ഷെ കളറ് പുറമേ തൊലി ഭാഗം നന്നായി കറുത്തിട്ടുണ്ടാവും, ഉൾഭാഗം തീരെ അധികം പഴുത്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ പഴമൊക്കെ കാണുമ്പോൾ മക്കൾ തീരെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2 പഴമാണ് കേട്ടോ എടുത്തത്. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ചൂടായത് കാരണം പഴം പെട്ടെന്ന് തന്നെ ഇതുപോലെ കളറായി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക, കാരണം നമുക്കിത് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം വലിയ കനത്തിലൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്, അത്യാവശ്യം കനത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 പഴമൊക്കെ എടുക്കാം. അപ്പോൾ അത്യാവശ്യം 2 പഴമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 2-3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാവുന്ന പലഹാരം തന്നെയാണ് കേട്ടോ അത്. 2 പഴം എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കേട്ടോ ഇട്ടത്. ഏലക്ക ഒന്ന് കുത്തി ചതുക്കി ഇട്ടതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് അടിച്ചിട്ട് വരാം. നന്നായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു അരക്കപ്പിൻ്റെ കപ്പാണ് ഞാനിവിടെ എടുത്തത്. അതിന് ഒരു അരക്കപ്പ് പാല് ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതേ കപ്പ് തന്നെ 1/4 കപ്പ്, അതായത് അരക്കപ്പിൻ്റെ പകുതി 1/4 കപ്പ് ശർക്കര ഉരുക്കി വെച്ചത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതുപോലെ ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കണ്ട അതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഒരു 1/4 കപ്പ് കേട്ടോ. അരക്കപ്പാണ് ഞാൻ എല്ലാത്തിൻ്റെ അളവെടുത്തത്. അപ്പോൾ അതിൽ അരയാണ് എടുത്തത്. അപ്പോൾ 1/4 കപ്പ് കേട്ടോ. 1/4 കപ്പ് വറുത്ത റവയാണ്. ഒരു നുള്ളുപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഈ പഴത്തിൻ്റെ മിക്സും റവയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. 1/4 കപ്പ് മാത്രം മതി കേട്ടോ. അരക്കപ്പ് പാല്, 1/4 കപ്പ് ശർക്കര, 1/4 കപ്പ് റവ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ആ റവയൊക്കെ വന്നിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നല്ല സ്മൂത്താക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ല വറുത്ത റവ തന്നെ എടുക്കണം കേട്ടോ. പച്ച റവ എടുത്തിട്ട് കാര്യമില്ല. ഇനി അഥവാ വറുക്കാത്ത റവയാണെങ്കിൽ നമ്മളൊന്ന് ഓട്ടിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടും. ഇനി അത് കുറച്ചൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയേ. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ റവയായത് കാരണം ഒന്നും കൂടി കട്ടി കൂടിയിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്നും കൂടി കുറുകി ഒന്നും കൂടി കട്ടിയായിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് ലൂസൊന്നുമില്ല, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടേ ഉള്ളൂ കേട്ടോ റവയായത് കാരണം. ഇനി നമുക്കൊരു കേക്ക് ട്രേയോ കേക്ക് ടിന്നോ അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്തെടുത്താലും മതി. അതിലേക്ക് നന്നായിട്ടൊന്ന് ഗീ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ കേക്ക് ട്രേ ആണ് കേട്ടോ അവിടെ എടുത്തത്. കേക്ക് ട്രേയിൽ നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ട ഇതുപോലെ ഞാൻ ഒഴിച്ച് കൊടുത്തു. ഒരുപാട് കട്ടിയുമില്ല, ഒരുപാട് ലൂസും ഇല്ല. ഇനി ഇതെല്ലാം ഞാൻ ഒഴിച്ചു. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് ആവിച്ചെമ്പിൻ്റെ മുകളിൽ ആവി കയറ്റിയിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കണം കേട്ടോ. ഒരു 15 to 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ ആവി കയറ്റുന്ന പാത്രം എന്തെങ്കിലും ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഒരു റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ അവിടെ വയ്ക്കുന്നത്. നിങ്ങൾക്ക് നല്ല ആ ആവിയുടെ ഒരു
ഹോളുള്ള നമ്മൾ ആവിക്കൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി. അപ്പോൾ ഞാനൊരു റിങ് ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ, കവർ ചെയ്യണേ. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്താലും മതി. ഞാനിവിടെ സാധാരണ ഒരു അടപ്പ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം അതൊന്ന് വേവിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ചിട്ട് മെല്ലെ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൂത്ത് പിക്കോ ഒരു കത്തിയുടെ സൈഡോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയിലൊന്നും ഇതുപോലെ നമ്മളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഇത് ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയിടുക കേട്ടോ. ഇനി പ്ലേറ്റ് കമഴ്ത്തിയിടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടാൽ തന്നെ ഇത് കമിഴ്ന്നിങ്ങോട്ട് വരും. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സോഫ്റ്റാണ് കേട്ടോ, അത് നല്ല സോഫ്റ്റായ ഒരു പലഹാരമാണ്. ഇതിൽ നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് പാല്, കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് റവ, അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിലേക്ക് ഇടുന്നൊന്നുമില്ല. പിന്നെ പഴം, നമ്മളെ വീട്ടിലൊക്കെ കറുത്ത പഴം ഉണ്ടെങ്കിൽ കളയല്ലേ, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പുറമേ മാത്രമേ തൊലി കറുപ്പുണ്ടാവുള്ളൂ, ഉള്ളിലേക്കൊന്നും കറുപ്പ് വന്നിട്ടുണ്ടാവില്ല. പഴം നല്ല പഴമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി പലഹാരമാണിത്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി അടുത്ത പലഹാരമായിട്ട് ഞാൻ വരുന്നത് വരേക്കും. ബായ്.